കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് MCOM സെക്കൻഡ് സെമ്മിന്റെ MCO 06, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഒരു ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത്യാവശ്യം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ജനറൽ അനാലിസിസ് നോക്കാം. അപ്പം ഈ ഒരു റിപ്പോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള, അതായത് ഡിസംബർ 2021 തൊട്ട് ഡിസംബർ 2023 വരെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിലബസ് എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ നോട്ടബിൾ പാറ്റേൺസ് എന്തൊക്കെയാണ്, ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഓരോ സിലബസും എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽഡ് മാപ്പിംഗ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗിൽ എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫി, മാർക്കറ്റിംഗ് പ്രോസസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് സെലക്ടിംഗ് ടാർഗറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ ബയർ ബിഹേവിയർ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും കവർ ചെയ്തിട്ടുള്ളത്. ഇനി പ്രൊഡക്റ്റ് ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, പ്രൊഡക്റ്റ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി പ്രൈസിംഗ് ഡിസിഷൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ്, പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്, റെഗുലേഷൻ ഓഫ് പ്രൈസിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആൻഡ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി പ്രൊമോഷൻ ഡിസിഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നും കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി, എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൂടുതലായിട്ടും കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഇപ്പം എവല്യൂഷൻ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ കേസ് ബേസ്ഡ് ഓർ സിനാരിയോ ബേസ്ഡ്, ഓക്കെ, അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ഓർ സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേസ് ബേസ്ഡ് അല്ലെങ്കിൽ സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അവരുടെ ഒരു ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിസിഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പെസിഫിക് ടോപ്പിക്സ് നമുക്ക് കുറച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ്. ഇപ്പം നോർമലി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ്. ഇപ്പം ചില ടോപ്പിക്സ് തന്നിട്ട് അതിന് എന്താ പറയുക, എലാബറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എഴുതുക.
ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് കവറേജ് ഓഫ് സിലബസ് ടോപ്പിക് ആണ്. ഫസ്റ്റത്തെ ടോപ്പിക് പറയുന്നത് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബ്ലോക്കിൽ പറയുന്നത് മാർക്കറ്റിംഗ് ഫിലോസഫീസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രോസസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെഗുലർ ആയിട്ട് അപ്പിയർ ചെയ്യാറുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് സെലക്ടിംഗ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആണെങ്കിൽ ബയർ ബിഹേവിയർ, അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യാറുണ്ട്. ഇനി പ്രൊഡക്റ്റ് ഡിസിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ബ്രാൻഡിംഗ് ആൻഡ് പ്രൊഡക്റ്റ് പൊസിഷനിങ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാണാറുള്ള ടോപ്പിക്കുകളാണ്. ഇനി ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള പ്രൈസിംഗ് ഡിസിഷൻസിൽ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് കൂടുതലായിട്ടും അപ്പിയർ ചെയ്യാറുള്ളത്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് കൂടുതലായിട്ടും റിക്കറന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്കുകൾ. ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് ആൻഡ് എമേർജിംഗ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് എമേർജിംഗ് മാർക്കറ്റ് ഇഷ്യൂസ് ലൈക്ക് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കവർ ചെയ്യാറുള്ളത് ഈ ഒരു ബ്ലോക്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു നോട്ടബിൾ പാറ്റേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്കറിംഗ് തീംസ് ആയിട്ട് വരാറുള്ളത്, അല്ലെങ്കിൽ റിക്കറിംഗ് നേച്ചറിൽ വരാറുള്ള ടോപ്പിക്കുകൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബയർ ബിഹേവിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ്. ഇനി പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഫൻ പലപ്പോഴുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മാറ്റർ ആണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ഇനി എമേർജിംഗ് ഇഷ്യൂസ് ആണ് നെക്സ്റ്റ് ഒരു തീം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ്. അപ്പം ഇതൊരു പുതിയൊരു എമേർജിംഗ് ട്രെൻഡ് ആണ്. അത് നമുക്ക് നമ്മുടെ ഒരു മാർക്കറ്റിംഗിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കറന്റ് ട്രെൻഡ് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഗ്രീൻ മാർക്കറ്റിംഗും ചോദിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇന്റഗ്രേഷൻ ഓഫ് കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ്, ഇപ്പം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൺസ്യൂമർ ബിഹേവിയറുമായിട്ട്, അല്ലെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസുമായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പൊസിഷനിങ്ങുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് ഇന്റഗ്രേഷൻ ഓഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ അനാലിസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ക്വസ്റ്റ്യൻസ് ഓൺ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണെങ്കിൽ ടോപ്പിക് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് വരുന്നത്. ഇതൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, സ്റ്റുഡൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ബേസിസ് എന്തൊക്കെയാണ്, മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റുഡൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് അത് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിനൊരു ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ റിക്വയർ ചെയ്യുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ നമ്മൾ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പിക് പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഓൺ പ്രൈസിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്കൊരു കമ്പാരിറ്റീവ് ആൻഡ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ വേരിയസ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഓൺ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും എന്താണ് നമ്മൾ എങ്ങനെയാണ് തിയറട്ടിക്കൽ നോളജ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ നോക്കിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഒരു ബ്രോഡ് കവറേജ് ആണ് നമ്മുടെ സിലബസിനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സിലബസ് വളരെ വൈഡ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ നോളജ് അസസ് ചെയ്യുന്ന രീതിയിലുള്ള, കോംപ്രഹെൻസീവ് ആയിട്ട് അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഡെപ്ത് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, അതുപോലെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഒരു തിയറട്ടിക്കൽ നോളജ് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക, വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലുള്ളത്. ഓക്കെ, അതുപോലെ എമേർജിംഗ് ട്രെൻഡ്സ്, ഇപ്പം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗ്രീൻ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കണ്ടംപററി മാർക്കറ്റിംഗ് ഇഷ്യൂസ് കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. ദിസ് ഇസ് ദ ചാർട്ട് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസ് ആൻഡ് ദിസ് ഇസ് ദ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള രണ്ട്
ചാർട്ടുകൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസംബർ 2021 തൊട്ട് ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഡിഫറെന്റ് എക്സാംസിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 2 അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ആൻഡ് സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമ്മുടെ അടുത്ത് 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 24% ആണ്. 24% ആണ് നമ്മൾ ഈ ഒരു നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വളരെ ഹൈ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ഒരു ബ്ലോക്കിനുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ബ്ലോക്ക് 3 പ്രൊഡക്റ്റ് ഡിസിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 5 ആണ് വരുന്നത്. അതിൽ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20% ആണ്. 20%ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് 3 പ്രൊഡക്റ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്റ്റ് ഡിസിഷൻസിന് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ പ്രൊഡക്റ്റ് ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിലൂടെ നമുക്ക് ഈ ബ്ലോക്ക് 3 പ്രൊഡക്റ്റ് ഡിസിഷൻസ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ബ്ലോക്ക് 1 നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ബ്ലോക്ക് 5 ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ്. ഈ 2 ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് 4 ക്വസ്റ്റ്യൻസ് വീതമാണ്. ഓരോ ബ്ലോക്കിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. 16% ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്നും കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വെൽ റെപ്രസെന്റഡ്, നമുക്ക് നന്നായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്കുകളാണ്. അതിന്റെ ഒരു ക്രൂഷ്യൽ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിംഗിന്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ഉള്ള ഒരു ബ്ലോക്ക് കൂടെയാണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 4 പ്രൈസിംഗ് ഡിസിഷൻസ് ആൻഡ് ബ്ലോക്ക് 6 പ്രൊമോഷൻ ഡിസിഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ആണ്. ഇതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 12% ആണ്. ഓരോ ബ്ലോക്കുകൾക്കും 12% വീതമാണ് വരുന്നത്. അപ്പം ഈ ഒരു ബ്ലോക്കിന് എന്താണ് ഒരു മോഡറേറ്റ് പ്രസൻസ് ആണുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇറ്റ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള 2 ചാർട്ടുകൾ എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്ന് എത്രമാത്രം ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം യൂണിറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർട്ട്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു 2 ചാർട്ടുകളും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് യൂണിറ്റ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ടോട്ടൽ ക്വസ്റ്റ്യൻസ് 4 ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിലബസിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തത് മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ് ആൻഡ് ബയർ ബിഹേവിയർ. ഈ 2 ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ 2 യൂണിറ്റിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് റിസർച്ച് എന്താണ്, അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സുകൾ യൂണിറ്റ് 2.1 ആൻഡ് 3.1 ആൻഡ് 6.1 ആണ്. ഓരോ യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സ്ലൈറ്റ്ലി കവറേജ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലെസ് കവറേജ് ആണ്, അല്ലെങ്കിൽ ലെസ് ഫ്രീക്വന്റ്ലി ദാൻ ദ ടോപ്പ് യൂണിറ്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ യൂണിറ്റുകൾ. ഇനി അടുത്തത് ലോവർ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള യൂണിറ്റുകളാണ് 1.1, 1.2, 1.3, 1.4, 5.1 അതുപോലെ തന്നെ 5.2 തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് ലോവർ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്താ പറയാ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ആർ ടെസ്റ്റഡ് ലെസ് ഓഫൺ. അത് ലെസ് ഓഫൺ വളരെ കുറഞ്ഞ സമയം അല്ലെങ്കിൽ കുറഞ്ഞ പ്രാവശ്യം മാത്രമാണ് ടെസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് യൂണിറ്റ്സ് വിത്ത് നോ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാത്ത ഒരുപാട് യൂണിറ്റുകളും ഉണ്ട്. അതിൽ പെട്ടതാണ് യൂണിറ്റ് 2.3, 3.3, 4.2 ആൻഡ് 6.2. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള ഒരു എക്സാമിലും
എന്താ പറയാ ഫീച്ചർ ചെയ്യാത്ത അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാത്ത യൂണിറ്റുകളാണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ഒരു 2 ചാർട്ടുകൾ എന്ന് പറയുന്നത് എത്രമാത്രം ഓരോന്നും ഏത് മാർക്ക് ടോപ്പ് മാർക്സ് ഏതാണ്, അങ്ങനെ അതുപോലെ തന്നെ ലെസ് മാർക്സിൽ വരുന്ന ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചർ ചെയ്തിട്ടുള്ള 2 ബാർ ചാർട്ടുകളാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അപ്പൊ നമ്മൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക്സുകളായിട്ട് വരുന്നത് മാക്രോ എൻവയോൺമെന്റ് 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാക്രോ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സിൽ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിഫറെന്റ് എക്സാംസിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോ എൻവയോൺമെന്റ് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇവാലുവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിലൊരു മോഡറേറ്റ് അപ്പിയറൻസ് ആണുള്ളത്, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ സിലബസ്. ഇനി ലെസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ മീനിങ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊരു ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇത് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അതൊരു ലെസ് ഫോക്കസ് ആണ് എക്സാമിനുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക് വിത്ത് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പൊസിഷൻ സ്ട്രാറ്റജീസ്, അത്ര തന്നെ ഇതുവരെ എക്സാമിന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വളരെ സ്ലൈറ്റ്ലി കവറേജ് അല്ലെങ്കിൽ ലെസ് കവറേജ് ആണ് ഈ ഒരു ടോപ്പിക്കിനുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്രോഡർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കവർ ചെയ്തത് പോലെയാണ് ഈ ഒരു പൊസിഷൻ സ്ട്രാറ്റജീസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. നമുക്ക് ഐഡന്റിഫൈഡ് റിക്കറിംഗ് ടോപ്പിക്സ് നോക്കാം. ഇതുവരെ റിക്കർ ചെയ്തതിൽ നിന്നും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ആണ്. ഇത് ഡിസംബർ 2022 ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, അത് ജൂൺ 2022, ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023 തുടങ്ങിയിട്ടുള്ള വർഷങ്ങളിലൊക്കെ അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്. ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അപ്പിയർഡ് ഇൻ ഡിസംബർ 2022 ആൻഡ് ജൂൺ 2023. ഇനി മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണെങ്കിൽ ഡിസംബർ 2022 ആൻഡ് ഡിസംബർ 2023 തുടങ്ങിയിട്ടുള്ള വർഷങ്ങളിലാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്രാൻഡിംഗ് appeared in June 2022, December 2022 and June 2023. And the next topic is distribution channel conflicts, appeared in December 2022 and December 2023. ഇനി അടുത്തത് മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് എ ന്യൂ പ്രോഡക്റ്റ് ആണ്. It is appeared in December 2021, December 2022 and June 2023. Okay. ഇനി അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. appeared in December 2021 and June 2023. ഇനി നമുക്ക് ഫ്രീക്വൻസി അനാലിസിസ് ആൻഡ് പ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒക്യുറൻസിന്റെ ഫ്രീക്വൻസിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൂന്ന് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്യൂച്ചർ എക്സാംസിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിൽ അപ്പിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ആണ് നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് 3 തവണ ചോദിച്ചിട്ടുണ്ട്, വളരെയധികം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസിഷൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇനി മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ടൈം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഡിക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റോൾ ഇൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇനി മാർക്കറ്റ് ടാർഗറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈം അപ്ലൈ ചെയ്ത് 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടാർഗറ്റ് മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് ടാർഗറ്റിംഗിൽ അപ്പിയർ ചെയ്യാൻ കൂടുതലായിട്ടും ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ. ഇനി മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് ആൻഡ് ന്യൂ പ്രോഡക്ട്സ് നോക്കുന്ന സമയത്ത് 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് ആൻഡ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഹൈലി ലൈക്ലിഹുഡ് ഓഫ് അപ്പിയറിംഗ് എന്നുള്ളതാണ്, വളരെ അപ്പിയർ ചെയ്യാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. വേരിയസ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഏരിയ
ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ടും നോക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യുക, എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സിൽ നമുക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ 2 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എഫക്റ്റീവ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കൂടുതലായിട്ടും എംഫസൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും ഫ്രീക്വൻസി അതുപോലെ തന്നെ ട്രെൻഡ് അനാലിസിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കീ ഏരിയാസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ്, അതുപോലെ ബ്രാൻഡിംഗ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ്, മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ്, എ ന്യൂ പ്രോഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി നിങ്ങൾക്കൊരു കോംപ്രഹെൻസീവ് നോട്ട് നമ്മൾ തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ MCO 06 എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് എക്സാംസിലൊക്കെ നമ്മൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ള റിക്കറിംഗ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് തരുന്നത്. ഏതൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയാസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനുള്ള സ്ട്രാറ്റജിക് ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി കീ ഫോക്കസ് ഏരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് വളരെ ക്രൂഷ്യൽ ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ്, തേർഡ് വൺ ഈസ് ബ്രാൻഡിംഗ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ്, അതുപോലെ മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് ആൻഡ് ന്യൂ പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ ഒരു യൂണിറ്റുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ജൂൺ 2022 അതുപോലെ തന്നെ ജൂൺ 2023 ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയർ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിലുള്ള സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിന് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ബൈയിങ് സിറ്റുവേഷൻസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഏരിയ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ആണ്. ഇത് ഡിസംബർ 2022 അതുപോലെ തന്നെ ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതിൽ കൂടുതലായിട്ടും വരുന്നത് മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്, അതുപോലെ തന്നെ മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ടല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മൈക്രോ എൻവയോൺമെന്റ് അതുപോലെ തന്നെ മാക്രോ എൻവയോൺമെന്റിന്റെ കോമ്പോണൻസ് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കോമ്പോണൻസ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ഇമ്പാക്ട് വിത്ത് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ബ്രാൻഡിംഗ് ആണ്. ബ്രാൻഡിംഗ് ജൂൺ 2022 ഡിസംബർ 2022 അതുപോലെ തന്നെ ജൂൺ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ബ്രാൻഡിങ്ങിന്റെ മീനിങ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ബ്രാൻഡിംഗ് ഡിസിഷൻസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബ്രാൻഡ് ഐഡന്റിറ്റി, ഇമേജ്, അതുപോലെ പൊസിഷൻ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ സക്സസ്ഫുൾ ബ്രാൻഡിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ഉണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. ഡിസംബർ 2022 അതുപോലെ തന്നെ ജൂൺ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന്
എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് ബേസിസ് ഫോർ സെഗ്മെന്റിങ് കൺസ്യൂമർ മാർക്കറ്റ്സും അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതുമാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബേസിസ് തന്നെയാണ്. സെഗ്മെന്റേഷൻ ബേസിസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഡെമോഗ്രാഫിക്, അതുപോലെ ജിയോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറൽ, ഇങ്ങനെ കുറച്ച് സെഗ്മെന്റേഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബേസിസ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബേസിസ് 4 ബേസിസ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബേസിസ് എന്തൊക്കെയാണ്, അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ സെഗ്മെന്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ്. ഡിസംബർ 2022 ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്നത്. അപ്പം ഇതിൽ കൂടുതലായിട്ടും പൊട്ടൻഷ്യൽ ടാർഗറ്റിന്റെ ഇവാലുവേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടാർഗറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഇപ്പം ഒരുപാട് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്, അൺഡിഫറൻഷിയേറ്റഡ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്, ഡിഫറൻഷിയേറ്റഡ് പറയുന്നുണ്ട്, അതുപോലെ കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് 4 സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ടാർഗറ്റ് ഡിസിഷൻസ് എങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് ആൻഡ് ന്യൂ പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2021 ഡിസംബർ 2022 ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മെത്തേഡ്സ് ഇൻ പ്രൈസിംഗ് ആൻഡ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ്, ബയർ ബേസ്ഡ് പ്രൈസിംഗ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എന്താണെന്നുള്ളതും അതിന്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളതുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പം റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സ് ആണ്. ഡിസംബർ 2022 ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ, ഡിസംബർ 2022 ഡിസംബർ 2023 അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്. അപ്പം ടൈപ്പ് ആൻഡ് കോസ്റ്റ് ഓഫ് ചാനൽ കോൺഫ്ലിക്ട്സിന്റെ ടൈപ്പ് എന്താണ്, കോസസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ചാനൽ കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ എത്രമാത്രം കോൺഫ്ലിക്ട് വരാൻ ചാൻസ് ഉണ്ട്, അതിന്റെ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് റിസോൾവ് ചെയ്യുക, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിസംബർ 2021 ജൂൺ 2023 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇതൊക്കെയാണ് ഇതിൽ റിക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് എഫക്റ്റീവ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, പ്രൊമോഷൻ മിക്സിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തത് നമുക്ക് എക്സാമിന് എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത്. ഒരു പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാംസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് മൂലം നമുക്ക് കിട്ടുന്നത് ഒരു കുറച്ച് റിക്കറിംഗ് ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ. അപ്പം ഹൈ ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതെന്താണ് ഫ്യൂച്ചർ എക്സാംസിനും വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇനി അണ്ടർസ്റ്റാൻഡ് കീ കോൺസെപ്റ്റുകൾ. ഓക്കെ, അതായത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കീ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള വളരെ നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പം ഇത് തന്നെ നമ്മുടെ ഒരു ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് യൂസ് ചെയ്യുക, അതുപോലെ ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യുക, ഡയഗ്രാംസ് യൂസ് ചെയ്യുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ്, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാംസും എന്ത് ചെയ്യാണ്, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ റിക്കറന്റ് ടോപ്പിക്സിന് കൂടുതലായിട്ടും അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് യൂസ് കേസ് സ്റ്റഡീസ് ആണ്. എങ്ങനെയാണ് ഒരു കേസ് സ്റ്റഡി യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലോട്ട് നമ്മളുടെ തിയററ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് യൂസ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഗ്രൂപ്പ് സ്റ്റഡി ആണ്. നമ്മുടെ പിയേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കഷനിലൂടെ നമ്മുടെ ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി ക്ലാരിഫിക്കേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് അതായത് ഏത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതണമെങ്കിലും നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക്കിൽ ക്ലാരിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ട്രെൻഡ് എന്താണ്, എമേർജിംഗ് ഇഷ്യൂസ് എന്താണ്, ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അപ്ഡേഷൻ, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും, നമുക്കൊരു നമ്മുടെ എക്സാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൻസേഴ്സിൽ കൂടുതലായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കീ ഫോക്കസ് ഏരിയാസ്, ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കീ ഫോക്കസ് ഏരിയാസ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ MCO 06 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം എനിവേ ഗുഡ് ലക്ക് വിത്ത് യുവർ സ്റ്റഡീസ്. ഇനി നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പം ഇതിൽ നമുക്ക് മൊത്തത്തിൽ 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. ടൈം 3 മണിക്കൂറാണ് വരുന്നുണ്ടായിരിക്കുക. അതിന് വെയിറ്റേജ് 70% ആണ്. ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ എഴുതാന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആയിരിക്കും. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ, അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊവൈഡ് എക്സാമ്പിൾ ടു ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 2, ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഡിസ്കസ് ദ different basis for segmenting consumer markets. ഇതിലെ ബ്രേക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് മാർക്കറ്റ് സെഗ്മെന്റ്സ് ഫോർ ടാർഗറ്റിംഗ്, ഹൗ ക്യാൻ എ കമ്പനി ഡിറ്റർമിൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെന്റ്സ് ടു ടാർഗറ്റ്. ഇനി ക്വസ്റ്റ്യൻ 3 വരുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ഇൻ മാർക്കറ്റിംഗ്, ഹൗ ഡു ദിസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇമ്പാക്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ബി ക്വസ്റ്റ്യൻ വരുന്നത് അനലൈസ് ദിസ് കറന്റ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ മാർക്കറ്റേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ 4 വരുന്നത് വാട്ട് ഇസ് എ ബ്രാൻഡിംഗ്, എന്താണ് ബ്രാൻഡിംഗ്. അതുപോലെ തന്നെ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാൻഡിംഗ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ്, കമ്പയർ and contrast brand identity, brand image and brand positioning with examples. Question 5, describe the different methods of pricing a new product, provide examples of each method. In the B question, discuss the types and causes of channel conflicts, suggest strategies to manage and resolve these conflicts effectively. ഇനി അടുത്തത് question 7 ആണ്. Define marketing communication, what are the main functions of marketing communication in the context of marketing management, discuss the components of promotion mix and the factors affecting the choice of promotion mix. ഇനി question 8 വരുന്നത് what is a marketing information system, explain its major components and their roles, how does an effective MIS contribute to better marketing decision making, provide examples. Okay, ഇനി അടുത്തത് question 9 ആണ്. Discuss and significance of market research in marketing management, what are the steps involved in the marketing research process. ഓക്കെ, അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ആൻഡ് ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച്, ഹൗ ക്യാൻ മാർക്കറ്റിംഗ് റിസർച്ച് ബെനിഫിറ്റ് കമ്പനീസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. Question 10, what is relationship marketing, why is it gaining significance in the current marketing scenario, identify and discuss different types of relationship building strategies with examples, how can companies use those strategies to enhance customer loyalty. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നന്നായിട്ട് എക്സാമിന് പഠിക്കുക. Best of luck for your exams, for your coming exams. Okay, thank you. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0
ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.